മനുഷ്യർക്ക് മറ്റുള്ള രൂപങ്ങളിലേക്ക് മാറാൻ സാധിക്കുന്നതിനെയാണ് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൗണ്ടൻ ലയൺ അഥവാ പൂമ മൃഗങ്ങളുടെ ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അച്ഛൻ, അമ്മ, 2 മക്കൾ അടങ്ങുന്ന 4 അംഗമുള്ള കുടുംബമാണ് അത്. എന്നാൽ ഈ മൗണ്ടൻ ലയൺസ് ആക്ച്വലി ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്. അതായത് ഇവർക്ക് വേണമെങ്കിൽ മനുഷ്യരായിട്ടും ജീവിക്കാം. അപ്പോൾ ഈ കുട്ടി പൂമയുടെ പേരാണ് കറാഗ്. കറാഗിന് മൃഗമായിട്ടല്ല മനുഷ്യനായിട്ട് ജീവിക്കാനാണ് താല്പര്യം. അപ്പോൾ അച്ഛൻ തന്റെ മകൻ കറാഗിനോട് പറയാണ്, നിനക്ക് 2 മനസ്സായിട്ട് ജീവിക്കാൻ സാധ്യമല്ല, നീ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം, മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം. അപ്പോൾ മനുഷ്യനായി ജീവിക്കാൻ താല്പര്യമുള്ള കറാഗിനോട് അച്ഛൻ പറയാണ്, നിനക്ക് മനുഷ്യനായി ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, മൃഗങ്ങളെ പോലെയല്ല മനുഷ്യർ. വിശ്വാസവഞ്ചന കാണിക്കുന്ന, വാക്കിന് വിലയില്ലാത്ത, അപകടകാരികളായിട്ടുള്ള വർഗമാണ് മനുഷ്യർ. അതുകൊണ്ട് നീ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ തന്റെ ഈ ഒരു പാസ്റ്റ് സ്വപ്നം കണ്ടാണ് നമ്മുടെ കഥാനായകനായ കറാഗ് ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്നത്. കറാഗിനെ ഒരു കുടുംബം ദത്തെടുത്ത് വളർത്തിയതാണ്. വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ ദമ്പതികൾക്ക് ഒരു മനുഷ്യ കുട്ടിയെ കിട്ടുന്നത്. അങ്ങനെ അവര് ആ കുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ്. അവര് കറാഗിനെ ജയ് എന്നാണ് പേരിട്ടത്. അവൻ ഒരു ഷേപ്പ് ഷിഫ്റ്റർ ആണ്, പൂമ അഥവാ മൗണ്ടൻ ലയൺ ആണ് എന്ന കാര്യമൊന്നും അവന്റെ കുടുംബത്തിന് അറിയത്തില്ല. ഇവര് വെജിറ്റേറിയൻ ഫാമിലിയാണ്. അവർ ആരും തന്നെ നോൺ വെജ് കഴിക്കില്ല. എന്നാൽ ജയ് ഒരു പൂമയാണ്, അവൻ കാർണിവോർ ആണ്. അതുകൊണ്ട് ഇതുപോലെ പച്ചക്കറികളൊന്നും അവന് കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവന്റെ കുടുംബം അവന് വേണ്ടി മാത്രമായിട്ട് നോൺ വെജ് ഉണ്ടാക്കി കൊടുക്കും. അവന് എന്തുകൊണ്ടാണ് വെജിറ്റേറിയൻ ഭക്ഷണത്തോട് ഇത്രയും വെറുപ്പ് എന്ന് അവന്റെ കുടുംബത്തിന് അറിയത്തില്ല. ഇവരാണ് ജയിന്റെ സഹോദരങ്ങൾ, മാർലണും മെലഡിയും. കഴിഞ്ഞ ദിവസം മാർലണും ജയും വഴക്കാവുകയും ജയ് മാർലന്റെ മുഖത്ത് സ്ക്രാച്ച് ആക്കുകയും ചെയ്തു. എന്നാൽ അച്ഛനും അമ്മക്കും വിശ്വസിക്കാനാവുന്നില്ല ഇത് ചെയ്തത് ജയ് ആണേത്. കാരണം ജയ്ക്ക് അതിനു മാത്രം വലിയ നഖങ്ങളൊന്നുമില്ല. ഇവിടെ അച്ഛനും അമ്മയും ജയിനെ പുതിയ സ്കൂളിൽ ചേർക്കാനായി പോവുകയാണ്. ജയ് ഇനി മുതൽ ആ സ്കൂളിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും പഠിക്കുക. മെലഡി എന്ന സഹോദരിക്ക് ജയിനെ ഭയങ്കര ഇഷ്ടമാണ്. സഹോദരൻ തന്നെ വിട്ടുപോകുന്നതിൽ മെലഡിക്ക് നല്ല സങ്കടമുണ്ട്. ക്ലിയർ വാട്ടർ ഹൈസ്കൂൾ എന്ന സ്കൂളിലാണ് ജയിനെ ചേർക്കാനായി പോകുന്നത്. ഈ സ്കൂള് സാധാരണ സ്കൂള് പോലെയല്ല, പ്രകൃതിയും വൈൽഡ് ലൈഫിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണ് ഇത്. അതേപോലെ അങ്ങനെ എല്ലാവർക്കും പെട്ടെന്നൊന്നും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തുമില്ല. എന്നാൽ നമ്മുടെ ജയ്ക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അത് വലിയ അത്ഭുതമാണ്. അപ്പോൾ ഇതാണ് സ്കൂളിലെ പ്രിൻസിപ്പൽ ലിസ ക്ലിയർ വാട്ടർ. ഈ സ്കൂൾ ആരംഭിച്ചത് പുള്ളിക്കാരി തന്നെയാണ്. എന്നാൽ തനിച്ചല്ല, ഒരു ബില്യണിയറിന്റെ സഹായത്തോടെയാണ്. സോ ഇവിടെ പ്രിൻസിപ്പലിനോട് ജയിന്റെ അമ്മ നന്ദി പറയുകയാണ്. ഇത്രയും വലിയ സ്കൂളിൽ ഞങ്ങളുടെ മകന് താങ്കൾ അഡ്മിഷൻ കൊടുത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാനല്ല അവന് അഡ്മിഷൻ കൊടുത്തത്. നമ്മുടെ സ്കൂളിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ബില്യണിയറായ ആൻഡ്രൂ സാറാണ് ജയ്ക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തത്. പ്രിൻസിപ്പാള് ജയിന്റെ കുടുംബത്തോട്, നിങ്ങൾ എന്നാൽ സ്കൂൾ പരിസരമൊക്കെ ഒന്ന് കണ്ടോളൂ, അപ്പോഴേക്കും ഞാൻ ജയോട് തനിച്ച് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവര് പോയതിനു ശേഷം പ്രിൻസിപ്പാൾ ജയോട് തനിച്ച് സംസാരിക്കുകയാണ്. ജയനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരി ജയോട് ചോദിക്കാണ്, നീ ഒരു പൂമയാണല്ലേ എന്ന്. എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിന്റെ കുടുംബത്തിന് നീ ഒരു ഷേപ്പ് ഷിഫ്റ്റർ ആണ് എന്ന കാര്യം അറിയുമോ എന്ന് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ, ഇല്ല, അത് ആർക്കും അറിയത്തില്ല എന്ന് ജയ് പറയുകയാണ്. എന്താണ് നിന്റെ യഥാർത്ഥ പേര് എന്ന് ജയോട് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ കറാഗ് എന്ന് പറഞ്ഞു. അതേപോലെ കറാഗിനോട് പ്രിൻസിപ്പൽ ഈ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇത് സാധാരണ സ്കൂളല്ല, ഇവിടെ നിന്നെ പോലെ പല ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. എന്നാൽ ഈ കാര്യം പുറം ലോകം അറിയാൻ പാടില്ല. നിങ്ങളെ പോലുള്ള ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ലോകത്തുണ്ട് എന്ന് മനുഷ്യർ മനസ്സിലാക്കിയാൽ അത് അപകടമാണ്. അങ്ങനെ ഇവര് സംസാരിക്കുന്ന സമയത്താണ് സ്കൂളിൽ നിന്ന് വലിയ അലാറം അടിയാനേ തുടങ്ങിയത്. പ്രിൻസിപ്പൽ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജയുടെ അമ്മയും സഹോദരിയും നിൽക്കുന്നുണ്ട്. അവർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അലാറം അടിഞ്ഞത്. അതായത് യഥാർത്ഥ മനുഷ്യർ അവിടെ വന്നാൽ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആയ കുട്ടികളെ അലേർട്ട് ചെയ്യാനാണ് ഈ അലാറം. പ്രിൻസിപ്പൽ പുള്ളിക്കാരോട് പറയാണ്, എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കാരണമാണ് അലാറം അടിയുന്നത്, നിങ്ങൾ അത് കാര്യമാക്കേണ്ട, വാ ഞാൻ ക്ലാസ് റൂം ഒക്കെ കാണിച്ചു തരാം. സോ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ മൃഗങ്ങളെല്ലാം ഈ സ്കൂളിലെ കുട്ടികളാണ്. അതായത് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആയിട്ടുള്ള മൃഗങ്ങളുടെ രൂപത്തിൽ ആവാൻ സാധിക്കുന്ന മനുഷ്യ കുട്ടികൾ. സോ ഇവിടെ ജയ് സ്റ്റേഴ്സിലെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് കണ്ടുമുട്ടി. പുള്ളിക്കാരിയെ തിരിഞ്ഞു നോക്കി ജയ് നടക്കുമ്പോൾ അറിയാതെ ജെഫ്രി എന്ന ഒരു പയ്യനെ പോയി ഇടിച്ചു. അങ്ങനെ ജെഫ്രിക്ക് ദേഷ്യം വന്നു. ജെഫ്രി എന്ന പയ്യൻ ഒരു ചെന്നായയാണ്. ഈ സമയത്ത് ദേഷ്യം വന്ന് നമ്മുടെ ജയുടെ കയ്യിലെ നഖവും പുറത്തേക്ക് വരുന്നതായി കാണാം. അപ്പോഴേക്കും സ്കൂളിലെ ഒരു സർ വന്ന് അവരെ പിടിച്ചു മാറ്റി. സോ ഇവിടെ കുടുംബം ജയോട് യാത്ര പറയുകയാണ്. അതിനുശേഷം പ്രിൻസിപ്പാൾ ജയിനെ കൂട്ടിക്കൊണ്ടുപോയത് ബില്യണറായ ആൻഡ്രൂ മില്ലിംഗ് എന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്കാണ്. സോ ഇദ്ദേഹമാണ് ജയ്ക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തത്. അപ്പോൾ എന്തിനാണ് ഇദ്ദേഹം ജയ്ക്ക് അഡ്മിഷൻ കൊടുത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഷേപ്പ് ഷിഫ്റ്റർ തന്നെയാണ്. ആൻഡ് അദ്ദേഹം
ഒരു മൗണ്ടൻ ലയൺ അഥവാ പൂമയാണ്. അപ്പോൾ വളരെ റെയർ ആയിട്ട് മാത്രമേ ഷേപ്പ് ഷിഫ്റ്റർ ആയ പൂമയെ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയ്ക്ക് അഡ്മിഷൻ കൊടുത്തത്. മാത്രമല്ല അദ്ദേഹത്തിന് ജയോട് ഒരു പ്രത്യേക ഇഷ്ടവുമുണ്ട്. ഇവിടെ പ്രിൻസിപ്പൽ ജയിനെ കൂട്ടിക്കൊണ്ടുപോയി താമസിക്കാനുള്ള മുറി കാണിച്ചു കൊടുക്കുകയാണ്. മുറിയുടെ ചുമരിൽ ഒരു നോട്ടീസ് കാണും. അത് സ്കൂളിലെ റൂൾസ് ആണ്. ഇത് നീ വായിച്ചു പഠിക്കണം. നീ വരാന്തയിൽ വെച്ച് ജെഫ്രിയുമായി പ്രശ്നമുണ്ടാക്കാനായി പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ സ്കൂളിന്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. റൂൾസ് തെറ്റിച്ചാൽ വാർണിംഗ് ഒന്നും തരാതെ ഡയറക്റ്റ് ഡിസ്മിസ് ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ചെന്നു. ആ സമയത്ത് ജയ് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ്. എന്നാൽ എവിടുന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് ജയ്ക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ദാ ജനാലയുടെ പുറത്ത് ഒരു അണ്ണാൻ. ഈ അണ്ണാനാണ് ജയോട് സംസാരിക്കുന്നത്. ഈ ജനാല തുറക്ക് എന്നാണ് അണ്ണൻ ജയോട് പറയുന്നത്. അങ്ങനെ ജയ് ചെന്ന് ആ ജനാല അണ്ണനെ തുറന്നു കൊടുക്കുകയാണ്. അണ്ണൻ റൂമിൽ കയറിയതിനു ശേഷം ഒരു വസ്ത്രത്തിന്റെ മുകളിൽ ഇരിക്കുകയും ജയോട് തിരി നിൽക്കാനായി പറയുകയും ചെയ്തു. അതായത് അണ്ണന് മനുഷ്യനാവാൻ വേണ്ടി. അങ്ങനെ ആ അണ്ണൻ മനുഷ്യനായി വസ്ത്രം ധരിക്കുകയാണ്. അപ്പോൾ ഷേപ്പ് ഷിഫ്റ്റർ ആയ ഈ അണ്ണാന്റെ പേരാണ് ഹോളി. ഷേപ്പ് ഷിഫ്റ്റിംഗ് ക്ലാസ്സിന്റെ സമയമാണ്. ദാ ഇതാണ് യൂണിഫോം. നീ വേഗം ഇത് ധരിക്ക്, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ക്ലാസ്സിലേക്ക് പോകാം. അങ്ങനെ അവര് ഒന്നിച്ച് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവര് രണ്ടുപേരും പോകുന്ന സമയത്ത് കൂടെ ജയ് സ്റ്റേഷനിൽ നിന്ന് കണ്ട ആ പെൺകുട്ടിയുമുണ്ട്. പുള്ളിക്കാരുടെ പേര് ലുവ എന്നാണ്. അവര് മൂന്ന് പേരും ഒന്നിച്ച് നടന്നു വരുന്ന സമയത്ത് ഷേപ്പ് ഷിഫ്റ്റിംഗ് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ലുവയെ വഴക്ക് പറഞ്ഞു ദേഷ്യത്തിൽ പെട്ടെന്ന് വരാനായി പറയുകയാണ്. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് ഓടിച്ചെന്നു. ഹോളി അപ്പോൾ ജയോട് പറയാണ് അത് അവളുടെ അച്ഛനാണ് എന്ന്. സോ മിസ്റ്റർ എൽവുഡ് എന്ന ഇദ്ദേഹമാണ് ലുവയുടെ അച്ഛൻ. ആൻഡ് എൽവുഡും ലുവയും ഡിയർ ആണ് അഥവാ മാനുകളാണ്. സോ ഇവിടെ മിസ്റ്റർ എൽവുഡ് ജയെ വിളിക്കുകയാണ്. എന്നിട്ട് ആ കല്ലിന്റെ മുകളിൽ കയറി മൃഗമായി മാറാനായി പറയുകയാണ്. ഈ സമയത്ത് അവിടെ ബ്രാൻഡൻ എന്ന പയ്യൻ അറിയാതെ മൃഗമായി പോയി. അവന്റെ വലിയൊരു പ്രശ്നമാണ് അവന് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. പെട്ടെന്ന് അവൻ മൃഗമായി മാറും. പക്ഷെ അധ്യാപകന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ മൃഗമായി മാറാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ബ്രാൻഡൻ എന്ന ഈ പയ്യനെ അഥവാ ഈ ബൈസണിനെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. സോ ഇവിടെ ജയ് പൂമയെ മാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എങ്ങനെയും പറ്റുന്നില്ല. അപ്പോൾ ജയിനെ സമാധാനിപ്പിക്കാനായി പ്രിൻസിപ്പൽ അവിടെ വന്നു. നീ കുറെ കാലമായി മനുഷ്യനായി ജീവിച്ചത് കൊണ്ടാണ് നിനക്ക് ഇപ്പോൾ പെട്ടെന്ന് മൃഗമായി മാറാൻ സാധിക്കാത്തത്. പക്ഷെ നീ ട്രൈ ചെയ്താൽ ഉറപ്പായും നിന്നെ കൊണ്ട് അതിനു പറ്റും. എന്നിട്ട് പ്രിൻസിപ്പൽ ജയോട് കണ്ണടക്കാനായി പറഞ്ഞു. എന്നിട്ട് നിന്റെ പൂമ കുടുംബത്തെ മനസ്സിൽ ആലോചിച്ച് നിന്റെ യഥാർത്ഥ പേര് എന്താണ് എന്ന് പ്രിൻസിപ്പൽ ചോദിച്ചു. അപ്പോൾ ജയ് കറാഗ് എന്ന് പറയുകയും തന്റെ പൂമയായ അച്ഛന് കറാഗ് എന്ന് വിളിക്കുന്നത് ആലോചിക്കുകയും അങ്ങനെ നമ്മുടെ ജയ് അഥവാ കറാഗ് പൂമയായി മാറുകയും ചെയ്തു. അതിനുശേഷം എല്ലാ കുട്ടികളും മൃഗങ്ങളായി മാറുകയാണ്. പിന്നെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു പരുന്താണ്. അങ്ങനെ എല്ലാ കുട്ടികളെയും പ്രിൻസിപ്പൽ ക്ലിയർ വാട്ടർ ഹൈസ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ കറാഗ് കിടക്കുന്ന സമയത്ത് റൂമിലേക്ക് ബ്രാൻഡൻ കയറി വരികയാണ്. ഹേയ് കറാഗ്, ഞാനാണ് നിന്റെ പുതിയ റൂംമേറ്റ്. അങ്ങനെ അവര് നല്ല കമ്പനിയായി അവര് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിൽ ചെന്നു. ക്യാൻറ്റീനിൽ നിന്ന് ആദ്യം ഷെഫ് അറിയാതെ നമ്മുടെ കറാഗിന് വെജിറ്റേറിയൻ ഫുഡ് ഇട്ടുകൊടുക്കുകയാണ്. ഓ സോറി, നീ കാർണിവോർ ആണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കറാഗിന് ബർഗർ കൊടുത്തു. ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനായി പോയ സമയത്ത് കറാഗ് മറ്റുള്ള കുട്ടികളൊക്കെ പരിചയപ്പെടുന്നുമുണ്ട്. ഓരോരുത്തരും പരിചയപ്പെടുമ്പോൾ അവരുടെ ഷേപ്പ് ഷിഫ്റ്റിംഗ് മൃഗത്തെ കുറിച്ചും അവർ പറയുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് മൃഗമായി മാറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് കറാഗ് പറഞ്ഞപ്പോൾ ബ്രാൻഡൻ പറയാണ് എനിക്ക് നേരെ തിരിച്ചാണ്. ഞാൻ പെട്ടെന്ന് മൃഗമായി മാറുന്നു. എനിക്ക് എന്നെ എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവര് ഭക്ഷണം കഴിച്ച് പ്ലേറ്റൊക്കെ അവിടെ വെച്ച് പോകുമ്പോൾ ജെഫ്രിയുടെ ഗ്യാങ് അഥവാ 4 ചെന്നായ്കൾ കറാഗിന്റെ അടുത്ത് മുട്ടാനായി വരുന്നുണ്ട്. അവിടെ അവര് തർക്കമായ സമയത്ത് ജെയിംസ് എന്ന അധ്യാപകൻ അവിടെ എത്തി. അദ്ദേഹം ജെഫ്രിയുടെ ഗ്യാങ്ങിനോട് ക്ലാസ്സിലേക്ക് പോകാനായി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കറാഗിനോട് പറയാണ് ഞാനാണ് നിങ്ങളുടെ മാത്സ് ടീച്ചർ. അതേപോലെ ബിഹേവിയർ ആൻഡ് ഡിസിപ്ലിനും ഞാനാണ് നോക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. ഇവിടെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കറാഗ് തന്റെ യഥാർത്ഥ പൂമ കുടുംബത്തെ സ്വപ്നം കാണുകയാണ്. എന്തോ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ ബ്രാൻഡൻ ഉറക്കത്തുനിന്ന് മൃഗമായി മാറിയതാണ്. അവൻ ബൈസൺ ആയിട്ട് അവൻ കിടക്കുന്ന ബെഡൊക്കെ പൊട്ടിയതായി കാണാം. അടുത്ത ദിവസം ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ കറാഗിനോട് മൃഗമായി മാറാനായി പറഞ്ഞു. പക്ഷെ ഇന്നും കറാഗിന് എങ്ങനെയും പൂമയായി മാറാൻ സാധിക്കുന്നില്ല. ഒരുപാട് സമയം കറാഗ് ഫോക്കസ് ചെയ്ത് മൃഗമായി മാറാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇത് കണ്ട ആൻഡ്രൂ സാർ കറാഗിന്റെ അടുത്തേക്ക് വന്ന് ഒരു ചെറിയ ബാഗ് കറാഗിന് കൊടുത്തിട്ട് അത് മണപ്പിക്കാനായി പറയുകയാണ്. അത് മണപ്പിച്ചതിന് ശേഷം കറാഗ് വീണ്ടും ഫോക്കസ് ചെയ്തപ്പോൾ അവന് പൂമയായി മാറാൻ സാധിച്ചു. സോ അവരുടെ ക്ലാസ് ഒക്കെ ആൻഡ്രൂ സാർ ദൂരെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കറാഗിനെ കാണാനായി വന്നു. എന്നിട്ട് കറാഗിന് മണപ്പിക്കാനായി കൊടുത്ത ആ സാധനം അദ്ദേഹം കറാഗിന് സമ്മാനമായി കൊടുക്കുകയാണ്. ഇത് എനിക്ക് എന്റെ അച്ഛൻ പണ്ട് സമ്മാനമായി തന്നതായിരുന്നു. ഇനി ഇത് നീ വെച്ചോ. അദ്ദേഹം പോയതിനു ശേഷം 4 ചെന്നായ്കൾ അഥവാ ജെഫ്രിയും ഗ്യാങ്ങും കറാഗിന്റെ അടുത്ത് വരികയാണ്. നിന്നെ ഞങ്ങൾ അന്നേ നോട്ട് ചെയ്തതാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ പുറത്തേക്ക് വാ, നമുക്ക് നേരിട്ട് മുട്ടാം. അങ്ങനെ അവര് കറാഗിനെ ചലഞ്ച് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഈ കാര്യം കറാഗ് ബ്രാൻഡനോടും
ബ്രാൻഡനോടും ഹോളിയോടും പറഞ്ഞപ്പോൾ അവരും കറാഗിനോട് പറയാണ്, നീ ഒരു പൂമയാണ്, അവര് വെറും ചെന്നായ്ക്കളും, അവരുടെ അഹങ്കാരം ഇന്നത്തോടെ നിർത്തണം, അവരെ നീ പരാജയപ്പെടുത്തണം. അങ്ങനെ രാത്രി ആരും കാണാതെ അവര് 3 പേരും പുറത്തേക്ക് പോവുകയാണ്. സോ ഇവിടെ പുറത്ത് 4 ചെന്നായ്കൾ കറാഗിനെ കാത്തു നിൽക്കുന്നതായി കാണാം. അവരുടെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ കറാഗിന് പൂമയെ മാറാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആൻഡ്രൂ സാർ തന്ന ബാഗിനെ കുറിച്ച് ഓർമ്മ വന്നത്. അതെടുത്തു മണപ്പിച്ചപ്പോൾ പെട്ടെന്ന് കറാഗിന് പൂമയായി മാറാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു അടിപൊളി ഫൈറ്റ് ആണ്. ആൻഡ് ആ ഫൈറ്റിൽ നമ്മുടെ കറാഗ് 4 ചെന്നായ്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ദിവസം ക്ലാസ്സിൽ മുറിവേറ്റ പാടുകളുമായി ചെന്നായ്കൾ ഇരിക്കുന്നത് കാണാം. ജെയിംസ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം ജെഫ്രിയുടെ കണ്ണിൽ മുറിവേറ്റ പാട് കണ്ടു. ജെഫ്രിയോട് എന്താണ് നിന്റെ കണ്ണിന് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ മരത്തിൽ ഇടിച്ചതാണ് എന്ന് ജെഫ്രി കളവ് പറഞ്ഞു. മറ്റു 3 പേരുടെയും ദേഹത്ത് മുറിവേറ്റ കല ജെയിംസ് സാർ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ 4 പേരും ആരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന്. അത് ആരാണ് എന്നും ജെയിംസിന് ഏകദേശം മനസ്സിലായി. അദ്ദേഹം കറാഗിന്റെ കൈ നോക്കിയപ്പോൾ കറാഗിന്റെ കയ്യിലും ചെറിയ മുറിവുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി കറാഗ് തന്നെയാണ് ആ 4 ചെന്നായ്ക്കളുമായി ഏറ്റുമുട്ടിയതെന്ന്. ആ 5 പേർക്കെതിരെയും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ ജെയിംസ് സാർ പോവുകയാണ്. അവരെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. പക്ഷെ ക്ലാസ്സിന്റെ പുറത്തിരിക്കുന്ന സമയത്ത് കറാഗിനെ ആൻഡ്രൂ സാർ വിളിക്കുകയാണ്. നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കറാഗിനോട് കാറിൽ കയറാനായി പറഞ്ഞു. നിന്റെ അച്ഛന് നിന്നെ വേട്ടയാടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആൻഡ്രൂ സാർ ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ അന്നേരം ചെറുതായിരുന്നു, അതുകൊണ്ട് എന്നെ എന്റെ അച്ഛൻ വേട്ടയാടാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് ആൻഡ്രൂ സാറിന് കറാഗ് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഒരു ദിവസം എന്തായാലും ഞാൻ വേട്ടയാടാൻ പഠിപ്പിക്കാനായി കൊണ്ടുപോകാമെന്ന് ആൻഡ്രൂ സാർ കറാഗിനോട് പറഞ്ഞു. ശേഷം കറാഗിനെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടാക്കി. ബ്രാൻഡനും ഹോളിയും കറാഗിനോട് ചോദിക്കാണ്, നിന്നെ ആൻഡ്രൂ സാറിന് ഒരുപാട് ഇഷ്ടമാണല്ലോ, അദ്ദേഹം വലിയ കോടീശ്വരനാണ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നിന്നെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന്. ഈ സമയത്ത് ലുവ തനിഷ് നടക്കുന്നത് കറാഗ് കണ്ടു. അങ്ങനെ പുള്ളിക്കാരോട് സംസാരിക്കാനായി കറാഗ് ചെല്ലുകയാണ്. എന്തുകൊണ്ടാണ് നിന്റെ അച്ഛന് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് എന്ന് കറാഗ് ലുവാനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറയാണ്, ഞാൻ ഒരു മാനാണ്, നീ ഒരു മൗണ്ടൻ ലയണും, അപ്പോൾ നീ എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ നിന്റെ ഇരയാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ടാണ് എന്റെ അച്ഛന് നീ എന്നോട് കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലാത്തത്. സോ ഇവിടെ ജെയിംസ് സാർ ആണെങ്കിൽ ചെന്നായ്കൾക്കും നമ്മുടെ കറാഗിനും പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തത് ആ ദിവസം മുഴുവനും കിച്ചൺ ഡ്യൂട്ടിയാണ്. അങ്ങനെ 5 പേരും കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്നതായി കാണാം. അടുത്ത ദിവസം ആൻഡ്രൂ സാർ വാക്ക് കൊടുത്തതുപോലെ നമ്മുടെ കറാഗിനെ വേട്ടയാടാൻ പഠിപ്പിക്കാനായി കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ സമയത്ത് അദ്ദേഹം മറ്റൊരു രഹസ്യം കൂടി കറാഗിനോട് പറയുന്നുണ്ട്. നീ മണപ്പിക്കുന്ന ഞാൻ തന്ന ആ ബാഗിൽ എന്താണ് എന്ന് നിനക്കറിയാമോ? അത് പൂമകളുടെ മൂത്രമാണ്. അത് മണപ്പിച്ചത് കൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് പൂമയായി മാറാൻ സാധിക്കുന്നത്. ഇത് കേട്ട് കറാഗ് അയ്യേ എന്നൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ അവര് 2 പേരും പൂമാസായി മാറി. സോ ഇവിടെ അവര് ഒരു മാനിനെ കണ്ടു. ആ മാനിനെ വേട്ടയാടാനായിട്ടാണ് ആൻഡ്രൂ കറാഗിനോട് പറയുന്നത്. അങ്ങനെ ആൻഡ്രൂ സാറിന്റെ നിർദ്ദേശപ്രകാരം കറാഗ് ആ മാനിനെ വേട്ടയാടാൻ പോവുകയാണ്. മാത്രമല്ല ആ കാട്ടിൽ ഒരു വേട്ടക്കാരനും വന്നിട്ടുണ്ട്. സോ ഇവിടെ 2 ടാസ്കാണുള്ളത്. ഒന്നാമത്തത് മാനിനെ വേട്ടയാടണം, രണ്ടാമത്തത് വേട്ടക്കാരന്റെ പിടിയിൽ ആവാതെ സൂക്ഷിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ കറാഗ് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ വേട്ട കംപ്ലീറ്റ് ചെയ്തു. ആള് ഭയങ്കര ഹാപ്പിയാണ്. വേട്ട കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആൻഡ്രൂ സാറിന്റെ കുടുംബത്തെ കുറിച്ച് കറാഗ് ചോദിക്കുകയാണ്. അദ്ദേഹം സങ്കടത്തോടെ തന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. തനിക്ക് ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു, എന്നാൽ അവർ ഇപ്പോൾ ജീവനോടെയില്ല. സോ ഇവിടെ ഇവർ കൂട്ടുകാർക്ക് ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് ഈ സന്തോഷ വാർത്ത കറാഗ് പറയുകയാണ്. അതായത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ വേട്ട ഞാൻ ചെയ്തു, ഞാൻ ഒരു മാനിനെ വേട്ടയാടി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ലുവ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നമുക്കറിയാം ലുവ ഒരു മാനാണ് എന്ന്. ലുവ എന്ത് പറ്റിയെന്ന് ചോദിച്ച് പിന്നാലെ കറാഗ് പോയപ്പോൾ ഹോളി പറയാണ്, വർഷങ്ങൾക്ക് മുൻപ് അവളുടെ അമ്മയെ ഒരു പൂമയാണ് വേട്ടയാടി കൊന്നത്. ഓ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലുവയുടെ പിന്നാലെ കറാഗ് പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി കറാഗിനോട് സംസാരിക്കാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. കാരണം ലുവാക്ക് മനസ്സിലായി താൻ ഒരു മാനായതുകൊണ്ട് തന്നെ കറാഗ് തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന്. രാത്രി ഉറങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് ശബ്ദം കേട്ട് കറാഗ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജെഫ്രിയും ഗാങ്ങും അഥവാ 4 ചെന്നായകൾ എവിടത്തേക്കോ പോകുന്നു. അങ്ങനെ കറാഗും അവരുടെ പിന്നാലെ അവർ അറിയാതെ പോവുകയാണ്. അപ്പോൾ ഈ 4 ചെന്നായകൾ ചെന്നത് അവിടെ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൈനിലേക്കാണ്. അവിടെ ചെന്ന് സെക്യൂരിറ്റീസിനെ ഭയപ്പെടുത്തി ഓടിച്ചതിനു ശേഷം അവിടെയുള്ള മൈനിങ് മെഷീൻസ് തകർക്കുകയാണ് ഈ ചെന്നായ്കൾ ചെയ്യുന്നത്. അവിടെ കറാഗ് വന്ന് അവരോട് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. അവർ തമ്മിൽ തർക്കമാവുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ ആൻഡ്രൂ സാർ ഓടി വരികയാണ്. നിങ്ങൾ പ്രശ്നമുണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കറാഗിനോട് വണ്ടിയിൽ കയറാനായി പറഞ്ഞു. കറാഗ് ഇവിടെ ആൻഡ്രൂ സാറിനോട് ചോദിക്കാണ്, നിങ്ങളാണോ ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. അപ്പോൾ അദ്ദേഹം എല്ലാം തുറന്നു പറയുകയാണ്. തന്റെ ഭാര്യയും കുട്ടിയും മരണപ്പെടാൻ കാരണം മനുഷ്യരാണ്. ഒരു വേട്ടക്കാരനാണ് അവരെ കൊന്നത്.
മാത്രമല്ല മനുഷ്യരുടെ ക്രൂരതകൾ കാരണം, അമിതമായ മൈനിങ് കാരണം കാടുകൾ നശിക്കുകയാണ്. ഇതിനു വേണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അവരുടെ മൈനുകൾ തകർക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ഞാൻ നടത്തുന്ന ഈ ഓപ്പറേഷനിലെ അംഗങ്ങളാണ് ആ 4 ചെന്നായ്കൾ. കരാഗ്, നീയും ഇതിൽ ജോയിൻ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ ജോയിൻ ചെയ്യുമോ? അപ്പോൾ കരാഗ്, എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ മനുഷ്യരെ ഹേർട്ട് ചെയ്യാൻ അഥവാ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് കരാഗ് പറയുകയാണ്. ഇന്നലെ രാത്രി നീ എവിടെയാണ് പോയതെന്ന് ബ്രാൻഡനും ഹോളിയും കരാഗിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരോട് കരാഗ് സത്യം പറയാതെ കള്ളങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം അവര് 3 പേരും പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ ബ്രാൻഡൻ എപ്പോഴത്തെയും പോലെ അവന്റെ കൺട്രോൾ വിട്ട് അവൻ ബൈസണായി മാറുകയാണ്. ബ്രാൻഡൻ അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് റോഡിലെ ഒരു കാറ് വരുന്നതായി കാണാം. അത് നമ്മുടെ കരാഗിന്റെ വീട്ടുകാരുടെ കാറാണ്. ബ്രാൻഡൻ ഓടിയിടിച്ചത് ആ കാറിലാണ്. സോ ഇവിടെ സ്കൂളിൽ ക്രാഷ് ആയ കാറുമായി കുടുംബം എത്തിയതായി കാണാം. ജയ്, ഞങ്ങളുടെ കാറിന്റെ മുന്നിൽ ഒരു ബൈസൺ വന്നിടിച്ചു, എന്നിട്ട് അത് ഓടിപ്പോയി എന്നൊക്കെ സഹോദരി മെലഡി ജയോട് അഥവാ കരാഗിനോട് പറയുകയാണ്. അതിനുശേഷം അവര് ജയുടെ റൂമിലേക്ക് പോയി. റൂമിന്റെ ഡോറിൽ കരാഗ് ആൻഡ് ബ്രാൻഡൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ജയ് എന്ന കരാഗിനോട് അമ്മ ചോദിക്കാണ്, എന്തേ ഇതിൽ നിന്റെ പേര് എഴുതാത്തത് എന്ന്. അമ്മ, അത് പഴയ ബോർഡാണ്, അത് മാറ്റണത്ര എന്ന് അമ്മയോട് കരാഗ് കള്ളം പറഞ്ഞു. ഈ റൂമിന്റെ അകത്തെന്താണ് വൈൽഡ് ആനിമൽസിന്റെ സ്മെല്ല് എന്ന് മെലഡി ചോദിച്ചപ്പോൾ, ഇത് കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ടാ എന്ന് കരാഗ് പറയുകയാണ്. ഈ സമയത്ത് അവിടെ പ്രിൻസിപ്പൽ വന്നു. പുള്ളിക്കാരി അമ്മയോട് പറയാണ്, മാഡം, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വരാൻ പെർമിഷൻ ഇല്ല. വിസിറ്റിംഗ് ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾ ഇവിടെ വരാൻ പാടുള്ളൂ. സ്കൂളിലെ നിയമങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മാതാപിതാക്കൾ തെറ്റിക്കരുത്. അവര് പോകുന്ന സമയത്ത് അമ്മ ജയോട്, ഞങ്ങൾ ഈ വീക്കെൻഡ് ഹൈക്കിങ്ങിന് പോകുന്നുണ്ട്, മോൻ എന്തായാലും വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാമെന്നും അമ്മയോട് ജയ് പറയുകയാണ്. ഇവിടെ ഒരു ദിവസം കരാഗ് തനിച്ച് കാട്ടിലേക്ക് പൂമയായി പോയതാണ്. ഒരുപാട് ദൂരെ എത്തി. ഈ സമയത്ത് സ്കൂളിലെ ഒരു കുട്ടി അഥവാ കാക്കയായ ഒരു ഷേപ്പ് ഷിഫ്റ്റർ കരാഗിനെ കാണണേ അവിടെ എത്തുകയാണ്. കരാഗ്, നീ എന്താ ഈ ചെയ്യുന്നേ? നീ അപകടത്തിലാണ്. ഒരു വേട്ടക്കാരൻ ഇവിടെ ഡ്രോണുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഡ്രോൺ വെച്ച് വേട്ടക്കാരനെ ഈസിയായി ട്രാക്ക് ചെയ്യാൻ കഴിയും. സോ ഇവിടെ ഡ്രോൺ പറന്നു വരുന്നതായി കാണാം. കരാഗ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കാക്ക കരാഗിനോട് പറയാണ്, നീ പേടിക്കേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കാക്ക ആ ഡ്രോൺ പറന്നുപോയി അതിന്റെ ബാലൻസ് തെറ്റിച്ച് ആ വേട്ടക്കാരന്റെ ഡ്രോൺ ക്രാഷ് ചെയ്യിപ്പിച്ചു. അങ്ങനെ വലിയ ഒരു അപകടത്തിൽ നിന്നാണ് ആ കാക്ക കരാഗിനെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ ഒരുപാട് ഓടി ഓടി കരാഗ് തളർന്ന് ക്ഷീണം പിടിച്ച് അവിടെ നിലത്ത് വീഴുകയാണ്. ശേഷം കണ്ണു തുറന്നപ്പോൾ കരാഗ് ആൻഡ്രൂ സാറിന്റെ വീട്ടിലാണ്. ബോധം കെട്ട് വീണ കരാഗിനെ അദ്ദേഹം കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇവിടെ ആൻഡ്രൂ സാർ ഒരു മീറ്റിംഗ് വെച്ചു. അദ്ദേഹം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈനിങ് മെഷീൻസ് തകർക്കുന്നതിന്റെ പ്ലാൻസ് ആണ് കാർണിവോർ ആയ ഷേപ്പ് ഷിഫ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത്. കരാഗും പിന്നെ നമ്മുടെ ചെന്നായ്കളും ഇവിടെയുണ്ട്. അവരൊക്കെ ആൻഡ്രൂ സാറിന്റെ ആ മിഷന്റെ ഭാഗമാണ്. അങ്ങനെ അവര് മിഷൻ നടത്താനായി പോകുന്ന ആ സ്ഥലത്തേക്ക് യാത്ര പോകാനായി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് കരാഗിന്റെ അമ്മ വിളിക്കുകയാണ്. ഇന്നാണ് അവർ ഹൈക്കിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്ത ദിവസം. അപ്പോൾ അമ്മ മോനെ കൂട്ടാനായി സ്കൂളിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അമ്മേ, എനിക്കിന്ന് വരാൻ കഴിയത്തില്ല, എന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്ന് കരാഗ് പറയുകയാണ്. അതിനുശേഷം ഇവിടെ ബ്രാൻഡനും ഹോളിയും വന്നതായി കാണാം. നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ, പ്ലീസ് നിങ്ങൾ എന്നോടത് ചോദിക്കരുത്, അതേപോലെ നിങ്ങൾ അവിടത്തേക്ക് വരാനും പാടില്ല, അത് നിങ്ങൾക്ക് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരാഗ് ചെന്നു. സോ ഈ ഒരു മൈലിലാണ് അവർ പോകുന്നത്. അവിടെ ജോലിക്കാര് അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നതായി കാണാം. അതായത് കാട് നശിപ്പിക്കുകയാണ്. ഇവിടെ മരത്തടികൾ അട്ടിക്ക് വെച്ചതായി കാണാം. ഇത് മുറിച്ച് താഴെ ഇടണം. അങ്ങനെ അവർ അതിന്റെ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് താഴെ ഒരു കുടുംബം ടെന്റ് അടിച്ചതായി കരാഗ് കണ്ടത്. അവര് അപകടത്തിലാണ് എന്ന് കരാഗിന് മനസ്സിലായി. കാരണം ഇവിടെ അട്ടിക്ക് വെച്ച മരത്തടികൾ അവര് മുറിച്ച് താഴെ ഇടുന്ന സമയത്ത് അത് ആ കുടുംബത്തിന്റെ നേർക്കായിരിക്കും ചെന്ന് വീഴുക. ഈ കാര്യം ഡെറിക് എന്ന ആളോട് കരാഗ് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവന്മാർക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവരവിടുന്ന് എങ്ങനെയെങ്കിലുമായി രക്ഷപ്പെട്ടോളും. നമ്മുടെ പ്ലാനിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഡെറിക് കരാഗിനോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് പ്ലീസ് നിങ്ങൾ അത് ചെയ്യരുത് എന്നൊക്കെ കരാഗ് പറയുമ്പോഴാണ് തന്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അത് നോക്കിയപ്പോൾ അമ്മ അയച്ച ഒരു ഫോട്ടോ ആണ്. അതിൽ ഓറഞ്ച് ടെന്റ് കരാഗ് കണ്ടു. അപ്പോൾ കരാഗിന് മനസ്സിലായി താഴെ ടെന്റ് അടിച്ചു നിൽക്കുന്നത് വേറെ ആരുമല്ല, തന്റെ സ്വന്തം കുടുംബമാണ്. അവർ അപകടത്തിലാണ്. അവരെ കോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കോൾ പോകുന്നില്ല. ഡാൻ എന്ന ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്ത് മരത്തടികൾ വലിച്ചു താഴെ ഇടാനായി പോവുകയാണ്. അദ്ദേഹത്തോട് കുറെ തവണ പ്ലീസ് ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് കരാഗ് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ കാർ സ്റ്റാർട്ട് ചെയ്ത് വലിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കാർ നിന്നു.
ആ കാർ നിർത്തിയത് വേറെ ആരുമല്ല, നമ്മുടെ ബ്രാൻഡനാണ്. അവൻ ബൈസണായി വന്ന് കാർ തടയുകയാണ്. നമ്മുടെ കരാഗും പൂമയായി മാറിയിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ബ്രാൻഡനെ മറ്റൊരു പൂമ വന്ന് തടഞ്ഞു. അങ്ങനെ ആ കാർ റിവേഴ്സ് വരികയാണ്. ആൻഡ് ആ പൂമ വേറെ ആരുമല്ല, ആൻഡ്രൂ സാറാണ്. നീ ഒന്നെങ്കിൽ മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കണം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ആൻഡ്രൂ സാർ കരാഗിനോട് പറയുകയാണ്. ആൻഡ് ഇവിടെ മരത്തടികളൊക്കെ താഴേക്ക് വീഴുന്നതായി കാണാം. അതായത് കരാഗിന്റെ കുടുംബം വലിയ അപകടത്തിലാണ്. അങ്ങനെ ആ മരത്തടികളുടെ കൂടെ കരാഗും ഓടുകയാണ് തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി. പക്ഷെ അച്ഛനും അമ്മയും ഈ അപകടം കണ്ട് അവിടുന്ന് മാറുന്നുണ്ട്. പക്ഷെ അവരുടെ മകൾ മെലഡി ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അവര് ഒച്ചത്തിൽ മെലഡിയെ വിളിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരി ഹെഡ്ഫോൺസ് ഇട്ടിട്ടുണ്ട്. അവസാന സമയത്താണ് മെലഡി ഈ അപകടം വരുന്നതായി കണ്ടത്. പക്ഷെ അവസാന നിമിഷം നമ്മുടെ കരാഗ് തന്റെ പ്രിയ സഹോദരിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതായി കാണാം. അമ്മയുടെ അടുത്തേക്ക് മെലഡി ഓടിച്ചെന്ന് പറയാണ്, അമ്മയെ എന്നെ രക്ഷിച്ചത് ഒരു പൂമയാണ് എന്ന്. സോ ഇവിടെ പരിക്കേറ്റി കിടക്കുന്ന കരാഗിനെ കാണാം. അവന്റെ അടുത്തേക്ക് ബ്രാൻഡൻ, ഹോളി പിന്നെ ലുവയും ഓടി ചെല്ലുകയാണ് അവനെ രക്ഷിക്കാനായി. ഫൈനലി അവന് ബോധം വന്നു. മനുഷ്യനായിട്ട് അവൻ തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവരൊക്കെ സേഫാണ്. അങ്ങനെ അവസാനം അവർ സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവരും കരാഗിന്റെ ധീരതയെ അഭിനന്ദിച്ചു. ആൻഡ് ഫൈനലി അവർ എല്ലാവരും ഹാപ്പിയാണ്. അതേപോലെ ലുവയുടെ അച്ഛനും കരാഗിനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് പണ്ടത്തെ പോലെ കരാഗിനോട് വെറുപ്പൊന്നുമില്ല. ഇവിടെയാണ് വുഡ് വാക്കേഴ്സ് എന്ന സിനിമ അവസാനിക്കുന്നത്.